തരുൺ മൂർത്തി സംവിധാനം ചെയ്തു മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തുടരും. അതിന്റെ ശക്തമായ കഥയും അഭിനയവും മൂലം ഈ ചിത്രം ശ്രദ്ധ പിടിച്ചുപറ്റി. വിമർശകരുടെ അഭിപ്രായം. വിമർശകർ ചിത്രത്തെ വളരെ മികച്ച രീതിയിൽ സ്വീകരിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതികാര ത്രില്ലറുകളിൽ ഒന്നാണ് എന്ന് വിശേഷിപ്പിച്ചു. റെഡിഫ് ഈ സിനിമയെ പ്രായപൂർത്തിയായവർക്കുള്ള ഒരു മാസ്റ്റർ പീസ് എന്ന് വിളിച്ചു. ഫിലിം ഫെയർ മോഹൻലാലിന്റെ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെ ഏറെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചതിനു പ്രശംസിച്ചു. എങ്കിലും എല്ലാ അഭിപ്രായങ്ങളും അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് ഈ സിനിമയുടെ മൂഡ് ദൃശ്യം പോലെയാണ്, എങ്കിലും അതിന്റെ ചാതുര്യം ഇതിലില്ല എന്നായിരുന്നു. തിരക്കഥയും അഭിനയവും കൂടുതൽ മെച്ചപ്പെടുത്താവുന്നതായിരുന്നു എന്ന് അവർ അഭിപ്രായപ്പെട്ടു. പ്രേക്ഷകരുടെ പ്രതികരണം. പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തു. വേദിയിൽ പലരും തുടരും മോഹൻലാലിന്റെ പഴയ സ്വർണ്ണകാലത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ചിത്രമാണെന്ന് അഭിപ്രായപ്പെട്ടു. ചിലർ അതിനെ ഒപ്പം അല്ലെങ്കിൽ ദൃശ്യം പോലെയുള്ള സിനിമകളുമായി താരതമ്യം ചെയ്തു. കാഴ്ചക്കാരുടെ അഭിപ്രായമനുസരിച്ച് സിനിമയിലെ വികാരാത്മകയും അഭിനേതാക്കളുടെ പ്രകടനവും ഏറെ ബലമായി. ബോക്സ് ഓഫീസ് പ്രകടനം. ചിത്രം വാണിജ്യപരമായി വലിയ വിജയം നേടിയിട്ടുണ്ട്. ആദ്യദിനം തന്നെ ലോകമാകെ 16.65 കോടി ശേഖരിച്ചു. അതിൽ 5.10 കോടി കേരളത്തിൽ നിന്നുമാണ്. തുടർ ദിവസങ്ങളിൽ ചിത്രം 70 കോടി കടന്നു. ഇത് രണ്ടാമത്തെ ഏറ്റവും വേഗത്തിൽ 50 കോടി കടക്കുന്ന മലയാള സിനിമയായി മാറിയിട്ടുണ്ട്. തുടരും ഒരു കുടുംബ പ്രമേയ സിനിമയായി തുടങ്ങുകയും പിന്നീട് ശക്തമായ പ്രതികാര ത്രില്ലറിലേക്ക് മാറുകയും ചെയ്യുന്നു. ചില കുറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അഭിനയവും വികാരങ്ങൾ നിറഞ്ഞ കഥയും വിമർശകരെയും പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കാൻ സഹായിച്ചു. ഇനിയും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു തിയേറ്ററിൽ പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.